കേരളത്തിൽ നിപ്പ ആർക്കെല്ലാം ബാധിച്ചോ അവരെല്ലാം മരിച്ചുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഒരു രോഗം വന്ന് മുഴുവൻ പേരും മരിക്കുന്നതാണോ സർക്കാരിന്റെ നേട്ടമെന്നും രാഹുൽ ചോദിച്ചു. രാഹുൽ ചോദിച്ചത് നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം രാഹുൽ പറഞ്ഞത് സത്യമാണോ അത് വ്യാജമാണോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കുകയും ചെയ്യാം. കാണാം. ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഗവൺമെന്റുകൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്ന രണ്ട് ആരോഗ്യ അടിയന്തരാവസ്ഥ എന്തൊക്കെയാ? ഒന്ന് നിപ്പയും പിന്നൊന്ന് കോവിഡും. എന്താ നിപ്പയുടെയും കോവിഡിന്റെ അവസ്ഥ? നിപ്പ ആർക്കൊക്കെ ബാധിച്ചു ആ രോഗികളെല്ലാം മരിച്ചു. സർക്കാർ പറയുന്നു ഞങ്ങളുടെ വിജയം. ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനെയാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത്? ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത്. നിപ്പ വന്നവരെല്ലാവരും മരിച്ചുവെന്നാണ്. അങ്ങനെ എന്നാൽ 100% കേരളത്തിലെ നിപ്പയുടെ മരണനിരക്ക്. ലോകത്തിൽ പോലും 66-70% വരെ നിപ്പയുടെ മരണനിരക്കുണ്ടെന്ന് ഓർമ്മിക്കണം. അപ്പോൾ കേരളത്തിൽ എന്താണ്? നിപ്പയിൽ 100%ആണോ മരണനിരക്ക്? നിപ്പ ബാധിച്ച് എല്ലാവരും മരിച്ചു? രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്ന പോലെ നമുക്കൊന്ന് നോക്കി വരാം. കണക്കുകൾ പക്ഷേ പറയുന്നത് മറ്റൊന്നാണ്. 2018 നിപ്പയുടെ ഔട്ട്ബ്രേക്ക് ഉണ്ടാവുമ്പോൾ, നിപ്പ ബാധിച്ചു തുടങ്ങിയപ്പോൾ അന്ന് നമുക്ക് ഈ രോഗത്തെക്കുറിച്ച് വലിയ കാര്യമായ ധാരണകളൊന്നുമില്ല. 18 പേർക്കാണ് രോഗബാധ ഉണ്ടാവുന്നത്. അതിൽ 16 പേരും മരണത്തിന് കീഴടങ്ങി. ആദ്യമായിട്ട് നിപ്പ ബാധിക്കുകയാണ്. എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ വലിയ രീതിയിൽ, കോവിഡ് പോലെ വലിയ രീതിയിൽ നമ്മൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന സമയം അന്ന് 2 പേർ പക്ഷേ രോഗമുക്തരായി. നോക്കൂ, ഇതൊരു വലിയ കണക്കായി തന്നെയാണ് ആ ഘട്ടത്തിൽ നമുക്ക് തോന്നിയത്. കാരണം 100% മരണം സംഭവിക്കുമെന്ന് കരുതിയിടത്തു നിന്നും 2018 തന്നെ നമുക്ക് 2 പേരെ രോഗമുക്തരാക്കാൻ സാധിച്ചു. 2019 മരണശേഷം ഒരു കുട്ടിക്ക് ഈ നിപ്പ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. 2023 രോഗബാധ 6 പേർക്കുണ്ടാവുന്നു. 6 പേർക്ക് രോഗബാധയുണ്ടാവുമ്പോൾ 2 പേർ മാത്രമേ മരിക്കുന്നുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. 4 പേർ രോഗമുക്തരാവുന്നുണ്ട്. ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കണക്ക് തെറ്റിപ്പോകുന്നത്. 2018 2 പേർ രക്ഷപ്പെട്ടിരുന്നു. 2023 6-ൽ 4 പേരും രോഗമുക്തരായിരുന്നു. ഇത് വലിയ കണക്കാണ്. ഇത് സർക്കാരിൻ്റെ ഒരു വലിയ അച്ചീവ്മെൻറ്റുമാണ്. ദേശീയ ശരാശരി 70% മുകളിൽ മരണനിരക്ക് നിൽക്കുമ്പോൾ അത് 33% കുറച്ചുകൊണ്ടുവരാൻ കേരളത്തിന് സാധിച്ചു. 2024 ഒരാൾക്ക് രോഗബാധ, അയാളുടെ മരണം സ്ഥിരീകരിച്ചു. ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് നിപ്പ ആർക്കെല്ലാം ബാധിച്ചോ അവരെല്ലാം മരിച്ചു എന്നുള്ളത് വാസ്തവമല്ല. തിരിച്ച് കേരളത്തിൻ്റെ ഈ നിപ്പയുമായി ബന്ധപ്പെട്ട മരണനിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഏറെ ഭേദമാണ്. 2023 6 പേരിൽ 4 പേരും രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കളവാണ്.